അസ്സലാമു അലൈക്കും. പറന്നു നടക്കുന്ന മനസ്സായിരുന്നു എൻ്റേത്. വിധിയുടെ മാറാപ്പുകൾ വേദനകളെ കല്യാണം എന്നതിൽ കൊളുത്തിയിട്ടപ്പോൾ ജീവിതം ദിശ മാറാതെ സഞ്ചരിക്കുമെന്ന് തോന്നി. പക്ഷേ ഞാൻ അനുഭവിച്ച വേദനയുടെ ആഴങ്ങൾ, പരിഹാസങ്ങൾ ഒന്നും എൻ്റെ മക്കൾ ഭാവിയിൽ അനുഭവിക്കരുത് എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു എനിക്ക്. പക്ഷേ എന്തുകൊണ്ടോ ആഷിക സമ്മാനിച്ച ഓരോ മുറിവുകൾക്കും നടുവിൽ കിടന്ന് ശ്വാസം മുട്ടി ജീവിക്കാനാണോ റബ്ബേ വിധി എൻ്റെ മക്കളുടെ. മഴ അതിശക്തിയായി പെയ്യുകയാണ്. അടുക്കളയിലെ തുറന്നിട്ട ജനൽപ്പാളിയിലൂടെ സന പുറത്തേക്ക് നോക്കി ഓരോന്ന് ആലോചിച്ചു നിന്നു. ഫോണിൻ്റെ ബില്ല് അടിച്ചതും അവൾ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ എടുക്കും മുമ്പ് അത് കട്ടായി പോയിരുന്നു. അറിയാത്ത നമ്പർ ആയതുകൊണ്ട് അവൾ തിരിച്ചു വിളിക്കാനും നിന്നില്ല. കലി പൂണ്ട് വക്കീലോ മറ്റു വിളിക്കുന്നതാണെങ്കിൽ ഉപ്പയില്ലാത്ത സമയം ഉള്ളിൽ ചെറിയ ഭയം പൊട്ടി മുളച്ചു. എങ്കിലും ജീവിതത്തിൽ തന്നെ സംരക്ഷിക്കാൻ തൻ്റെ ഉപ്പ ഉണ്ടല്ലോ എന്നോർത്തു. ഫോൺ എടുത്ത് ഓരോന്നായി നോക്കുന്നതിനിടയിലാണ് ആദ്യത്തെ വിവാഹ വാർഷികത്തിൻ്റെ ഓർമ്മയുടെ ദൃശ്യം പകർന്ന ഫോട്ടോ കണ്ണിൽപ്പെട്ടത്. എങ്കിലും അവൾ അറിയാതെ ആ മിഴികളിൽ നിന്നും കണ്ണുനീർ പൊഴിയുന്നുണ്ടായിരുന്നു. ദേഹം വേദനകൾ നൽകാതെ മിഴികൾ നിറയുന്നത് ഹൃദയം അത്രമേൽ മുറിയുന്നത് കൊണ്ടാണ്. ആഷിക, ഇന്ന് നേരത്തെ വരുമോ? നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ? അല്പം തിരക്കാണ്, വരാൻ ശ്രമിക്കാം സന. അങ്ങോട്ടുള്ള നെഞ്ചിൽ കിടന്നിരുന്ന നടാശയെ വലിച്ച് താഴേക്ക് മാറ്റി അവൻ സനയ്ക്ക് മറുപടി പറഞ്ഞു. ശരി ഇക്ക. അവൻ സമയത്തിന് വരുമെന്ന പ്രതീക്ഷയിൽ സന ഫോൺ കട്ടാക്കി. രാത്രി അത്താഴത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ആരാ ആഷിഖ് വിളിച്ചത്? അതെൻ്റെ ഭാര്യയാണ്. ഇന്ന് ആനിവേഴ്സറി ആണ്, നേരത്തെ ചെല്ലാൻ. ഞാനെങ്ങില്ല, മടുത്തെനിക്ക്. ഒന്നിനോടൊരു താല്പര്യമില്ലാത്ത ശവം. നിനക്ക് ഇത്രയും പെട്ടെന്ന് നിൻ്റെ ഭാര്യയെ മടുത്ത ആഷിഖ്? കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ 1 വർഷമില്ല ആയുള്ളൂ. നീ എൻ്റെ അടുത്ത് വന്ന് പോകാൻ തുടങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞല്ലോ. അപ്പൊ നിനക്ക് എന്നെ മടുക്കണില്ലേ? അവന്റെ കഴുത്തിൽ അമർത്തിനുള്ളിക്കൊണ്ട് ചോദിച്ചു. ഒരു പെണ്ണിന് 1 വർഷം തന്നെ കൊണ്ടുപോകുന്നത് പരിപാടിയാണ്. പതിയെ ഉറങ്ങിപ്പോയിരുമ്പോൾ നടക്കാതെ പോയതിൽ അവൾക്ക് നിരാശ തോന്നി. ഫോൺ എടുത്ത് ആഷിഖിനെ വിളിക്കുമ്പോൾ മറുതലയ്ക്ക് നടാശയായിരുന്നു. നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത്? എൻ്റെ ആഷിഖ എവിടെ? നിന്റെ ആഷിക്കയോ? നീ അവിടെ വീട്ടിൽ കാത്തിരിക്കുള്ളൂ മോളെ. അവനെ ഇന്ന് വരാൻ പോകുന്നില്ല. എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട് തളർന്നൊടിഞ്ഞ്. നീ ഒറ്റയ്ക്ക് നിന്റെ ആനിവേഴ്സറി ആഘോഷിച്ച് മലർന്ന് കിടന്നുറങ്ങിക്കോ. അത് പറയാൻ നിങ്ങളാരാ? അതെൻ്റെ ഭർത്താവാണ്. അദ്ദേഹത്തിന് ഫോൺ കൊടുക്ക്. എൻ്റെ പേര് നടാശ. പിന്നെ നിന്റെ ഭർത്താവ് ആവുന്നതിന് മുമ്പേ അവൻ എൻ്റെ കാമുകനായിരുന്നു. ഇപ്പോഴും അതെ. നിന്നെ അവന് മടുത്തുപോയടി. കിടപ്പരയിൽ നിനക്ക് അവൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പിന്നെ നിന്നെ എന്തിനു കൊള്ളാം? ഇത് ഞാൻ പറഞ്ഞതല്ല, നിന്റെ ആഷിക പറഞ്ഞതാ. നീ ഒരു ഉള്ളു പൊള്ളയായ തടിച്ചിയാണെന്ന്. വച്ചിട്ടിപ്പോ. ഉറങ്ങിക്കിടക്കുന്ന ആഷിഖിനെ അവളിലേക്ക് അടുപ്പിച്ച് കിടത്തി ഫോൺ കട്ട് ചെയ്തു. നടാശ ഫോൺ കട്ട് ചെയ്തത് പോലും അറിയാതെ വിതുമ്പ് കരുകയായിരുന്നു അവൾ. നരകത്തിലെത്തുന്ന ലോകമാണ് അവൾക്ക് ആഷിഖിനൊപ്പമുള്ള ദാമ്പത്യം. തൻ്റെ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും ചോദിക്കാനുള്ള കീഴ്പ്പെടുത്തലുകൾ. സഹിക്കാൻ പറ്റുന്നതൊക്കെയും സഹിക്കുന്നത് തന്നെ ഉപ്പ അപമാനിക്കപ്പെടാതെ ഇരിക്കാനാണ്. പടിയിറങ്ങിപ്പോകുന്നത് ആഷിഖ് എന്ന കോടീശ്വരൻ്റെ വീട്ടിൽ നിന്നുമാവുമ്പോൾ ആഷിഖിൻ്റെ ഉപ്പയും പരിഹാസനാവും എന്നത് കൂടി തന്നെയാണ്. ഉമ്മ എന്നൊരു നീട്ടിവിളിയിൽ അവൾ ഫോൺ താഴേക്ക് വെച്ച് കണ്ണുകൾ തുടച്ചുകൊണ്ട് മോൻ്റെ വിളിക്ക് കാതുകൊടുത്തു. ഓർമ്മകളെ തൽക്കാലത്തേക്ക് ഒളിപ്പിച്ചു വെച്ചു. മക്കളുടെ മുമ്പിൽ കരയില്ലെന്ന് ഉറപ്പിച്ചതാണ്. ആ കുരുന്നുകളുടെ ബാല്യകാലം ഉമ്മയുടെ കണ്ണീരിൽ പൊതിഞ്ഞതാവാതെ ഇരിക്കട്ടെ. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു തീർന്നു. അതാ പിഞ്ചു ബാല്യങ്ങൾക്ക് മുറിവേൽക്കാതെ ശ്രദ്ധിക്കുക എന്നത് മാത്രം എൻ്റെ കർത്തവ്യം ഇപ്പോൾ. എന്നോട് തനിക്ക് ദേഷ്യമുണ്ടോ? നമുക്ക് കുട്ടികൾ ഇത്രയും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ഇല്ലാതെ പോയതിൽ? ബാൽക്കണിയിൽ ഇരുന്ന് എങ്ങോട്ടോ നോട്ടം ചെയ്തുകൊണ്ട് ചോദിക്കുന്ന സെറീനയെ അഫ്സൽ ഒന്ന് നോക്കി. ഉറക്കമില്ലാതെ തളർന്നു പോയ കണ്ണുകളും മെലിഞ്ഞുണങ്ങിയ ശരീരവും അവളെ പ്രായമുള്ള ഒരു സ്ത്രീയെ പോലെ തോന്നിപ്പിച്ചു. പഴയ ഉത്സാഹം നിറഞ്ഞ സെറീനയുടെ നിഴൽ പോലും അവളിൽ അവശേഷിക്കുന്നില്ല. എത്രയോ മാസങ്ങൾ നീണ്ട എണ്ണമറ്റാത്ത IVF ട്രീറ്റ്മെൻറ്റുകളുടെ ഫലം നിരാശകൾ മാത്രം സമ്മാനിച്ചപ്പോൾ വിഷാദത്തിലേക്ക് വഴി കാണിക്കുന്നുണ്ട് അവളെ. കുട്ടികൾ ഇല്ലാത്തതിൻ്റെ പേരിൽ അവളെ ആരും പഴിചാരുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാറില്ലെങ്കിൽ കൂടെയും ഒരമ്മയാവുക എന്നത് തീവ്രമായ ഒരു ആഗ്രഹം ആയിരുന്നു അവൾക്ക്. പക്ഷേ അത് നിരാശ മാത്രം സമ്മാനിക്കുന്നതിൽ നിന്നുരുൾത്തിരിയുന്ന സങ്കടവും വിഷാദവുമാണ് അവൾക്കിപ്പോൾ. അങ്ങനെയൊന്നുമില്ല സെറീന, നീ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. പഠിച്ചോനെ എന്തേലും ഒരു വഴി തുറന്നു വെക്കാതെ ഇരിക്കില്ലല്ലോ. അഫ്സൽ സെറീനയെ നോക്കി നെടുവീർപ്പിട്ടു. തൻ്റെ ആശ്വാസവാക്കുകൾ അവൾ കേട്ടോ എന്നത് പോലും സംശയമാണ്. അല്ലെങ്കിലും മനസ്സ് മരിച്ചു പോയവർക്ക് ആശ്വാസവാക്കുകൾ തുണയാവില്ല. അത് കേൾക്കുന്നത് പോലും വെറുത്തു പോയിട്ടുണ്ടാവും.
ഇല്ലെങ്കിൽ എന്താണ്? റാസിക്കും നൂറക്കും ഉണ്ടാവുന്ന മക്കള് നമ്മളത് കൂടെയല്ലേ? സെറീനയുടെ മുന്നിലേക്ക് അഫ്സൽ ഒരു മാർഗം തുറന്നു വെച്ചു. നൂറയുടെ പേര് കേട്ടതും സെറീനയ്ക്ക് എന്തെന്നില്ലാതെ ദേഷ്യം വന്നു. അഫ്സലിൻ്റെ അടുത്തു നിന്നും എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങിയവർ, സെറീന, നിനക്കിപ്പോഴും നൂറയോട് ദേഷ്യമാണോ? അവളോട് മാത്രമല്ല, അവളെ കുടുംബത്തോടും ദേഷ്യമാണ് എനിക്ക്. കാണാൻ കൊള്ളാവുന്ന ചെക്കന്മാരെയൊക്കെ പിടിച്ച് കുപ്പിയിലാക്കുന്ന വീട്ടുകാരല്ലേ അവർ? അവളുടെ ഉമ്മ പഠിപ്പിച്ചതാവും ഇതെല്ലാം. പിന്നെ അഫ്സൽക്ക, അവളുടെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് ആ പടി ചവിട്ടിയാൽ പിന്നെ ഈ സെറീന ജീവനോടെ ഉണ്ടാവില്ല. വെറുത്തു പോകുന്നു. അല്പം കരുണ കാണിച്ചപ്പോൾ നമ്മുടെ കുടുംബത്തെ തന്നെ തകർത്ത് കറഞ്ഞില്ലേ അവൾ? ഇക്ക നോക്ക് ഇപ്പോൾ നമ്മുടെ അവസ്ഥ, റാസിയുടെ അവസ്ഥ എല്ലാം. ഇനിയും ഇക്ക നൂറയെ ന്യായീകരിക്കാൻ നിന്നാലേ എൻ്റെ മനസ്സ് കൈവിട്ടു പോവും. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. വെറുതെ ഇനി ആ വാക്ക് മിണ്ടാ നിൽക്കണ്ട. സെറീനയുടെ മൂർച്ചയുള്ള വാക്കുകൾ അഫ്സൽ ഡോക്ടറെ ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാക്കി. എത്ര സ്നേഹത്തോടെ നൂറയെ ചേർത്ത് പിടിച്ചവളായിരുന്നു. ഇന്നിപ്പോൾ അവൾക്ക് ഈ കുടുംബത്തോടുള്ള സ്നേഹത്തിൽ നിന്നിരുത്തിരുന്ന ദേഷ്യമാണ് നൂറയോട്. ഇവിടെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടാൻ നൂറ ഒരു കാരണമായല്ലോ എന്ന ദേഷ്യം. അവളെയും കുറ്റം പറയാനാവില്ല. ആ പൊള്ളയായ ദേഷ്യത്തിനപ്പുറം നൂറയോട് അവൾക്ക് യാതൊരു വെറുപ്പുമില്ലാതെ ഇരിക്കട്ടെ, ഉണ്ടാവില്ല. അഫ്സൽ ആശ്വസിക്കാൻ ശ്രമിച്ചു. റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നിന്നപ്പോൾ അഫ്സലിൻ്റെ ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ട് സെറീന ഒന്ന് തിരിഞ്ഞു നോക്കി. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് അവൾക്ക് ദേഷ്യം ഇരട്ടിച്ചു. നൂറ കോളിംഗ്. സെറീന അഫ്സലിനെ കണ്ണുകൾ കൂർപ്പിച്ചൊന്ന് നോക്കി. അവളുടെ കണ്ണിലെ ദേഷ്യം തിരിച്ചറിഞ്ഞതും അഫ്സലിൻ്റെ മനസ്സിൽ എന്തോ സങ്കടമാണ് ആദ്യം വന്നത്. അവൻ കൈനീട്ടി ഫോൺ എടുത്തപ്പോഴേക്കും കട്ടായി പോവുകയും ചെയ്തിരുന്നു. അല്ല, അവൾക്കിനി എന്താ വേണ്ടത്? അല്ല, സ്ഥിരമായിട്ടുണ്ടോ ഈ വിളിയും സംസാരിക്കേ? നിനക്കിത് എന്താ സെറീന? അവളെന്നെ വിളിക്കാറൊന്നുമില്ല. അങ്ങോട്ട് ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. റാസിയെ നിനക്കറിയാലോ, വിളിച്ചാൽ ഫോൺ പോലും എടുക്കൂല. അവനെ അന്വേഷിക്കാതെ ഇരിക്കാൻ എനിക്കാവൂലല്ലോ. അവൻ്റെ കാര്യങ്ങൾ അറിയാൻ അവളെയല്ലാതെ വേറെ ആരെയാണ് ഞാൻ വിളിക്കേണ്ടത്? പിന്നെ ഒരു കാര്യം ഈ മറന്നു പോകുന്നത് സെറീന, നൂറയല്ല റാസിയെ വേണം എന്നും പറഞ്ഞ് വാശി പിടിച്ചതും പ്രണയിച്ചതും റാസിയാണ് കേട്ടോ. അവനാണ് അവളില്ലാതെ ജീവിതമില്ലെന്ന് പറഞ്ഞ് ഓരോരുത്തരുടെയും മുന്നിൽ കരഞ്ഞത്, അവളെ ഉപേക്ഷിക്കാനാവില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചത്. അപ്പോഴും നൂറ അവനിൽ നിന്ന് അകലാനേ ശ്രമിച്ചിട്ടുള്ളൂ. വേണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോവാൻ ശ്രമിച്ചവളെ കൂട്ടിപ്പിടിച്ചതും അവനാണ്. എപ്പോഴും ആ പെണ്ണിൽ മാത്രം കുറ്റം കണ്ടുപിടിക്കാൻ നീ നടക്കരുത് സെറീന. അതാണ് ഓളം എടുക്ക്. പ്രേമാണെന്ന് പറഞ്ഞ് മയക്കെടുത്തിട്ട് പിന്നെ അവനെ നടത്തിച്ചു. അവൾക്കറിയാം എവിടെ ചൂണ്ട ഇടണമെന്ന്. അഫ്സലിൻ്റെ വാക്കുകളെ നിസ്സാരമായി സെറീന പുച്ഛിച്ചു കളഞ്ഞു. അഫ്സലിന് ദേഷ്യം വന്നുവെങ്കിലും വീണ്ടും ബെൽ അടിച്ച ഫോൺ വേഗത്തിൽ തന്നെ എടുത്തുകൊണ്ട് ചെവിയിലേക്ക് ചേർത്ത് പിടിച്ചു. പറയ് റാസി. റാസി എന്ന് കേട്ടതും സെറീനയുടെ മുഖവും ഒന്ന് തെളിഞ്ഞു. അവനെന്താ പറയുന്നതെന്ന് കേൾക്കാൻ താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും അഫ്സൽ ബാൽക്കണിയിലേക്ക് ഇറങ്ങിപ്പോയി വാതിൽ അടച്ചു കളഞ്ഞു. അവൻ്റെ ആ പ്രവൃത്തിയിൽ മുഖത്തടിയേറ്റതുപോലെ സെറീന അവിടെ തന്നെ നിന്നു. ഇക്കാക്ക, എൻ്റെ ഫോണ് ഓഫാണ്. അതാ ഞാൻ നൂറയുടെ ഫോണിൽ നിന്ന് വിളിച്ചത് കേട്ടോ. ഇക്കാനെ എനിക്കൊന്ന് കാണണം. അവൻ്റെ ആവശ്യം കേട്ടതും അഫ്സലിൻ്റെ നെറ്റി സംശയത്താൽ ഒന്ന് തുളിഞ്ഞു. റാസിയുടെ ആവശ്യം ഒന്നുകൂടി അഫ്സൽ ഒന്ന് ഓർത്തു നോക്കി. അവൻ്റെ ശബ്ദത്തിലെ ഭാവം തിരിഞ്ഞു. എന്തിനായിരിക്കും അവനെ കാണണമെന്ന് പറഞ്ഞതെന്നൊരു ആകാംക്ഷ. നീ കാര്യം പറഞ്ഞോ റാസി. എന്താ? വേണ്ടക്ക, ഇക്കാക്ക് നാളെ ലീവല്ലേ, ഞാനേ ടൗണിൽ വന്നോളാം, ഇറങ്ങുമ്പോൾ വിളിക്കാട്ടോ. അഫ്സൽ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ റാസിയെ ഫോൺ ഓഫ് ചെയ്ത് കളഞ്ഞിരുന്നു. എന്തിനായിരിക്കും അവൻ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക? അത് മാത്രമായിരുന്നു അഫ്സലിൻ്റെ ഉള്ളിൽ വലച്ചുകൊണ്ടിരുന്നത്. റാസി. അടുക്കളയിൽ എന്തോ തിരക്കിട്ട ജോലിയിലായിരുന്നു നൂറ. വിളിക്കുന്നത് കേട്ടാണ് റാസി പുറത്തുനിന്ന് അകത്തേക്ക് കയറി വന്നത്. ഫോണിൽ നിന്ന് അഫ്സലിൻ്റെ കോളിംഗ് ലിസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കൊണ്ടുവൻ മുഖത്ത് പെർഫെക്റ്റ് ആയൊരു ചിരി എടുത്തണിയുകയും ചെയ്തു. എന്ത് പറ്റി നൂറ? ഞാനിവിടെ ഒറ്റയ്ക്ക് ജോലി എടുക്കുന്നത് കാണുന്നില്ല റാസി. എവിടെ വന്നെന്നെങ്കിലും ഇരിക്കെ, നമുക്കിങ്ങനെ മിണ്ടി പറഞ്ഞൊക്കെ ജോലി എടുക്കാന്നേ. ഗ്യാസിലിരിക്കുന്ന പാനിൽ ഇളക്കിക്കൊണ്ട് നൂറ പറയുമ്പോൾ റാസി അവളുടെ പിറകിലൂടെ ചേർത്ത് പിടിച്ച് ആ ചുമലിലേക്ക് താടി ആഴ്ത്തി വെച്ചിരുന്നു. ഇങ്ങനെ സഹിക്കാനല്ല ഞാൻ പറഞ്ഞത്, ആ ഉള്ളിലേക്കൊന്ന് തോല് കളഞ്ഞു തന്നെ. നൂറ എടുത്തു കൊടുത്ത പാത്രം കയ്യിലേക്ക് മേടിച്ചവൻ അരികിൽ ഇരുന്ന കസേരയിൽ ഇരിപ്പുറപ്പിച്ചു. നൂറ മിഴിച്ചുകൊണ്ട് അവനെ നോക്കി. സാധാരണ അടുക്കളയിൽ എത്തിയാൽ തൻ്റെ കൂടെ ജോലി എടുക്കാൻ സമ്മതിക്കാതെ തൊട്ടും പിടിച്ചും ഓരോ കുസൃതി കാണിച്ചും തൻ്റെ അരികിൽ നിൽക്കുന്നവനാണ്. ഓരോ നിമിഷവും ചുംബിച്ചുണർത്തിയും അവിടുത്തെ പ്രണയ നിമിഷങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുന്നവനാണ്. ജോലി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ പോലും കൊഞ്ചി നിന്ന് ആ ജോലിയിൽ നിന്ന് വിദഗ്ധമായി രക്ഷപ്പെട്ടു പോകും. കൂടെയുള്ള ഓരോ നിമിഷവും സന്തോഷത്തോടെ ഏറ്റവും മനോഹരമാക്കി വെക്കാൻ ശ്രമിക്കുന്നവൻ ഇന്നെന്തേ ഒഴിഞ്ഞു മാറി ഇരിക്കുന്നു.
പതിവ് പോലുള്ള നിമിഷങ്ങൾ പ്രതീക്ഷിച്ചെടുത്ത് അവൻ്റെ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ നൂറയിൽ അത്ഭുതം ചെലുത്തി, അതിലേറെ ആശങ്കയും. കയ്യിലുള്ള പാത്രത്തിൽ നിന്ന് ഓരോ ഉള്ളിയും വളരെ സൂക്ഷ്മമായി തന്നെ എടുത്ത് വൃത്തിയാക്കുന്നവനെ നൂറ സംശയത്തോടെ ഒന്ന് നോക്കി. അവൻ്റെ മനസ്സ് ഇവിടെയൊന്നും മെല്ലെന്ന പോലെ. ഈ മാറ്റം ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ വീട്ടിൽ പോയി വന്നതിൻ്റെ 2-3 ദിവസങ്ങൾക്ക് ശേഷം. ഇനിയും ഓർത്തെടുക്കുകയാണെങ്കിൽ ഏതോ ഒരു കമ്പനിയിൽ ജോലി പറഞ്ഞു വെച്ചിരുന്നു. അത് കിട്ടുമെന്ന് ഉറപ്പായ കാര്യമായിരുന്നു. പക്ഷേ അവരെ പിന്നെ വിളിച്ചതേയില്ല. പോയി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് വേറെ ആളെ ജോലിക്ക് വെച്ചു എന്നതായിരുന്നു. ആ വിഷമം പെട്ടെന്ന് തന്നെ മാറുമെന്ന് ഓർത്തിരുന്നു. തന്നെക്കൊണ്ട് വിധം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഇതിപ്പോൾ കളിച്ചിരികളുണ്ട്. പക്ഷേ പലപ്പോഴും അതിലൊന്നും സ്വാഭാവികതയുണ്ടായിരുന്നില്ല. ഇനി തന്നെ മടുത്തു തുടങ്ങിക്കാണൂ. ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളെല്ലാം ഞാൻ ഒരാൾ കാരണമാണ് അവനെ നഷ്ടപ്പെട്ടത്. എന്നെ തിരഞ്ഞെടുത്ത് തെറ്റായി തോന്നി തുടങ്ങിയോ? നൂറ, നീ ഇത് എവിടെ നോക്കിയാ ഓരോന്ന് ചെയ്യുന്നത്? ചിന്തകൾ കാട് കയറിയപ്പോൾ, ജീവിതം കൈവിട്ടു പോവുകയാണെന്ന് തോന്നിയപ്പോൾ ശരീരത്തിൽ ആത്മാവുള്ളത് പോലും മറന്നുപോയവൾ. ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി പോലും നിശ്ചലമായി. അടുപ്പിലിരിക്കുന്ന പാത്രം കരിഞ്ഞു കത്തിത്തുടങ്ങി. അവളുടെ കൈ അപ്പോഴും ആ പാത്രത്തിൽ തന്നെയാണ്. റാസിയുടെ ശ്രദ്ധ ഇല്ലായിരുന്നുവെങ്കിൽ അപകടമുണ്ടായേനെ. റാസി പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് പാത്രം സിങ്കിലേക്ക് വലിച്ചെറിഞ്ഞു. ടാപ്പ് ഓൺ ചെയ്തു. വലിയ ശബ്ദത്തിൻ്റെ അകമ്പടിയോടെ പാത്രം പുകഞ്ഞു തുടങ്ങി. രണ്ടുപേരുടെയും മനസ്സിലെ ചിന്തകൾ പോലെ. ശ്രദ്ധിക്കണ്ടേ നൂറ? ഇതൊക്കെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അവളുടെ കൈ പിടിച്ച് എവിടെയെങ്കിലും പൊള്ളിയോ മുറിവുണ്ടോ എന്നൊക്കെ ശ്രദ്ധയോടെ സങ്കടത്തോടെ പരിശോധിക്കുന്നവനെ കണ്ടതും ഇത്രയും സമയം നൂറ ചിന്തിച്ചു കൂട്ടിയതെല്ലാം മറന്നുപോയി. അവിടെ അവൻ എൻ്റേത് മാത്രമാണെന്ന് ഒരിക്കൽ കൂടി എഴുതി ചേർത്തു. രാത്രി കിടക്കാൻ സമയത്തും റാസിയുടെ ഒഴിഞ്ഞുമാറ്റം നൂറ ശ്രദ്ധിക്കുക തന്നെ ചെയ്തു. ആ കരവലയത്തിൽ ഒതുങ്ങി ആ നെഞ്ചിലേക്ക് പതുങ്ങി ചേർന്നല്ലാതെ കിടന്നിട്ടില്ല. 2-3 ദിവസങ്ങൾക്ക് മുന്നേ വരെ. കഴിഞ്ഞ 2-3 രാത്രികളായി ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് നേരത്തെ റൂമിലേക്ക് പോകുന്നത് പതിവാണ്. ക്ഷീണമായിരിക്കും എന്ന് കരുതി അത് പരിഗണിച്ചതുമില്ല. ഇന്നും പതിവ് തെറ്റിയിട്ടില്ല. എല്ലാം ഒതുക്കി വെച്ച് കിടക്കാൻ നിന്നപ്പോഴേക്കും റാസി ഉറക്കം പിടിച്ചിട്ടുണ്ട്. ഉറങ്ങിയോ അതോ ഉറക്കം നടിക്കുന്നതോ? അവളിൽ ഇന്നാ സംശയം പിടിമുറക്കി. ഉറങ്ങാൻ സാധിക്കാതെ നൂറ കിടന്നു, ശ്വാസം വിട്ട് പിഴഞ്ഞു പോകുന്നത് പോലെ. ആ കരവലയത്തിൽ, ആ സ്വാതന്ത്ര്യത്തിൽ, ആ കരുതലിലെ ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടുള്ളൂ. ആ ഓർമ്മകൾ ലാളിക്കുമ്പോൾ ശ്വാസം നിന്നു പോകുന്നു, കണ്ണുകൾ നിറയുന്നു. അവനരികിലേക്ക് നീങ്ങിക്കിടക്കാനാവാത്ത വിധം അവൾ നടുവിൽ വലിയൊരു അകലം വന്നു ചേർന്നതുപോലെ. തിരിഞ്ഞു കിടന്നുറങ്ങുന്നവനെ നോക്കി നൂറ നിശബ്ദമായി കണ്ണീർ വാർത്തു. റാസിക്കും അത് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. ചിന്തകളുടെ മാറാപ്പവനിൽ ഭാരം തീർത്തു. നാളെ അഫ്സലിക്കയെ കണ്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യം വീണ്ടും വീണ്ടും അവൻ ആലോചിച്ചു വെച്ചു. അത് കേൾക്കുമ്പോൾ അഫ്സലിക്ക തൻ്റെ കൂടെ നിൽക്കുമോ അതോ തള്ളിപ്പറയോ എന്നറിയാതെ അവൻ ഉഴറി. ആ രംഗങ്ങൾ അവൻ മനസ്സിൽ ഒരു 100 തവണ ഇതിനോടൊപ്പം സങ്കല്പിച്ചു കഴിഞ്ഞിരുന്നു. കുറച്ചു മുന്നേ ഇറക്കിവിട്ട ചിന്തകൾ നൂറയുടെ മനസ്സിലേക്ക് അതിവേഗത്തിൽ തിരികെ എത്തി. റാസിക്ക് ഞാനൊരു ഭാരമായി തുടങ്ങിയോ? റാസിക്ക് എന്നെ മടുത്തുപോയോ? റാസി നഗരത്തിരക്കുകളിൽ എത്തിപ്പെടാത്ത കോഫി ഷോപ്പിലെ ആൻറ്റിക് രീതിയിൽ ഡിസൈൻ ചെയ്ത ചുമരുകളിലൂടെ നോട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അഫ്സലിൻ്റെ ശബ്ദം റാസിയിൽ പതിഞ്ഞത്. തിരിഞ്ഞു നോക്കുമ്പോൾ തനിക്കരികിലേക്ക് നടന്നു വരുന്ന അഫ്സലിനെ കണ്ടവൻ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു എന്നേ പറയാൻ സാധിക്കൂ. അതും തീർത്തും പരാജയപ്പെട്ടു പോയി. സാധാ റാസിയിലുണ്ടായിരുന്ന പ്രസന്നതയും സന്തോഷവും അവനിൽ ഈ നിമിഷമില്ലെന്ന് ഒരൊറ്റ നോട്ടം കൊണ്ട് തിരിച്ചറിഞ്ഞ അഫ്സലിനെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നിയ അനുഭൂതി ഉണ്ടാക്കി. അവൻ്റെ ഇപ്പോഴുള്ള ജീവിതത്തിൽ റാസി സംതൃപ്തനല്ലേ? പ്രശ്നങ്ങൾക്ക് നടുവിൽ വാശി പിടിച്ച് നേടിയെടുത്ത ജീവിതം അവനെ മടുത്തു തുടങ്ങിയോ? എടുത്ത തീരുമാനം തെറ്റായി തോന്നി തുടങ്ങിയോ? അഫ്സലിൻ്റെ ഉള്ളിലൂടെ 1000 ചോദ്യങ്ങൾ നിമിഷനേരം മിന്നിമാഞ്ഞു. ആദ്യത്തെ വിശേഷം ചോദിക്കലും പറയാനും കഴിഞ്ഞ് ഒരുപാട് നിമിഷങ്ങൾ മൗനമായിപ്പോയി. അഫ്സലിനോട് മനസ്സിലുള്ളത് എങ്ങനെ തുറന്നു പറയുമെന്ന് അറിയാതെ റാസിയും അവന് പറയാനുള്ളത് എന്തായിരിക്കുമെന്നറിയാതെ ആശങ്കയോടെ അഫ്സലും ഇരുന്നു. മുന്നിൽ വെച്ച കോഫി കപ്പുകളിലെ ആവി കുറഞ്ഞു വന്നു. നീ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ റാസി. നിന്റെ കളിച്ചിരികളും മുഖത്തെ ആത്മവിശ്വാസവും എവിടെ പോയടാ?
നിന്നെ ഇങ്ങനെ ഒരിക്കലും ഞാൻ കാണാൻ ആഗ്രഹിച്ചിട്ടില്ല. നിന്റെ മുഖത്തെ എന്നും സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയാണ് ജന്മം നൽകിയവർ പോലും നിന്നെ തള്ളിപ്പറഞ്ഞപ്പോഴും നിന്റെ ആഗ്രഹത്തിന് കൂട്ടു നിൽക്കുന്നെന്ന് വാശി പിടിച്ചപ്പോഴും എല്ലാത്തിനും നിന്നെ ഞാൻ ചേർത്ത് പിടിച്ചത്, നിനക്ക് മുന്നിൽ അവരോട് വാദിച്ചത്. എന്നിട്ടിപ്പോൾ ഈ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന അവസ്ഥ ഈ ആലോചിക്കുന്നുണ്ടോ? എനിക്കത് കാണാനാവുന്നില്ല മോനെ. സഹോദരനായിട്ടല്ല, മകനായിട്ടേ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. നിൻ്റെ മനസ്സിൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നീ തുറന്നു പറയും. എൻ്റെ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ മോനെ, നീ തുറന്നു പറയും. അവൻ്റെ ഉള്ളിൽ എന്തെന്നറിയാതെ ഉരുകിക്കൊണ്ടിരിക്കുന്ന താപത്തെ അഫ്സൽ അവനെ മുന്നിൽ തുറന്നു വച്ചു. എനിക്ക് തെറ്റ് പറ്റിപ്പോയി ഇക്ക, ചെയ്തതെല്ലാം തെറ്റായിപ്പോയി. ഒന്ന് ചേർത്ത് പിടിക്കാനോ ആശ്വാസം പകരാനോ പ്രിയപ്പെട്ട ഒരാളെ കിട്ടാൻ കാത്തിരുന്ന പോലെ റാസി അഫ്സലിന് മുന്നിൽ ഉള്ളിലുള്ളതെല്ലാം തുറന്നു വെക്കാൻ തുടങ്ങി. അവനിൽ നിന്ന് കണ്ണീരോടെ പുറത്തു ചാടിയ തെറ്റു പറ്റിപ്പോയെന്ന വാചകം അഫ്സലിൻ്റെ ഹൃദയത്തിൽ മുഴച്ചു നിന്നു. അവൻ എന്ത് പറയരുതെന്ന് ആഗ്രഹിച്ചുവോ, എന്ത് ഭയപ്പെട്ടോ അതേ നിമിഷം സംഭവിക്കുകയാണോ എന്നറിയാതെ അഫ്സലിൻ്റെ ഉടൽ വിറച്ചു തുടങ്ങി. അപ്പോഴേക്കും അവൻ്റെ നെഞ്ചിൽ കിടന്ന് കരയുന്നവനെ ആശ്വസിക്കുമ്പോഴേക്കും അഫ്സൽ ഡോക്ടറുടെ നാവിൽ ഒരേ ഒരു പേര് മാത്രമേ ചേർന്ന് വന്നുള്ളൂ. ഹൃദയം ആ ഒരുവൾക്ക് വേണ്ടി മാത്രമേ എന്നുള്ളൂ, നൂറ. അല്ല, ഇന്ന് എന്ത് പറ്റി നൂറ? ഇന്നാകെ കൂടെ കാർമേഘമാണല്ലോ മുഖത്തെ. നിന്റെ കെട്ടിയവനുമായിട്ട് പിണങ്ങിയോ? ചോറ്റുപാത്രത്തിൽ വിരലിട്ടിളക്കിക്കൊണ്ടിരിക്കുന്ന നൂറയുടെ തലയിൽ കളിയായെന്ന് കൊട്ടിക്കൊണ്ട് ചിരിയോടെ അലീന അവൾക്ക് മുന്നിലുള്ള സീറ്റിലേക്ക് ഭക്ഷണപ്പൊതിയുമായി ഇരുന്നു. എൻ്റെ മോളെ, നടു ഒടിഞ്ഞു. ഒരു മിനിറ്റ് ഇരിക്കാൻ പോലും സമയം കിട്ടിട്ടില്ല. നിനക്ക് വേണോടി? അയില മുളകിട്ട കറി സ്വന്തം ചോറ്റുപാത്രത്തിലേക്ക് കമഴ്ത്തുന്നതിനിടയിൽ പരാതി പറച്ചിലും തുടർന്നുണ്ടായിരുന്നു അവൾ. നൂറയുടെ നേരെ കറിപ്പാത്രം നീട്ടിയപ്പോൾ അത് എവിടെയെന്ന് പോലും കണ്ടിട്ടില്ല എന്ന് തോന്നി. അപ്പോൾ ഞാനീ പറഞ്ഞു ഈ കേട്ടില്ല പെണ്ണെ എന്നോർത്തു അലീന. ഡി! കുറച്ച് ശബ്ദത്തിൽ തന്നെ അലീനെ വിളിച്ചതും ഏതോ സ്വപ്നലോകത്തിൽ നിന്ന പോലെ നൂറ ചാടി എണീറ്റു. അല്ല, നീ ഇതിപ്പോൾ ഏത് ലോകത്താ? അന്തം വിട്ടു തന്നെ നോക്കുന്നവൾക്ക് നേരെ അലീന ഒരു ചിരിയോടെ ചോദിച്ചു. ആ ഭക്ഷണത്തിലേ കളിച്ചുകൊണ്ടിരിക്കാതെ വയറ് നിറച്ച് കഴിക്കാൻ നോക്ക് നൂറ. ഇങ്ങനെ ചുള്ളിക്കമ്പ് പോലെ ഇരുന്നാലേ റാസി ഇട്ടിട്ട് പോകും കേട്ടോ. ആണുങ്ങൾക്ക് കുറച്ച് തടിയും ചുറുചുറുക്കുള്ള ഭാര്യമാരെ എന്നും ഇഷ്ടം. തമാശയോടെ പറയുകയും അതിൻ്റെ കൂടെ ചിരിക്കുകയും ചെയ്ത് അലീന ഭക്ഷണം ആസ്വദിച്ചു കഴിക്കുമ്പോൾ എങ്ങനെയൊക്കെയോ വായിലേക്ക് പെറുക്കി വെച്ച വറ്റുകൾ ഇറക്കാതെ ആവാതെ നൂറ ബുദ്ധിമുട്ടി. അലീന കുസൃതിയോടെ പറഞ്ഞ വാക്കുകൾ നൂറയുടെ ഹൃദയത്തിൽ തറഞ്ഞു കയറി. റാസി ഇട്ടിട്ട് പോകും കേട്ടോ. അതുമാത്രം വീണ്ടും വീണ്ടും ഒരു കൊടുങ്കാറ്റ് പോലെ അവളിൽ ആഞ്ഞടിച്ചു. അതിൻ്റെ പ്രതിഫലനമെന്ന പോലെ നൂറയുടെ കണ്ണുകൾ ആർത്തലിച്ചു പെയ്തു. എന്തു പറ്റി നൂറ? എന്താ നിനക്ക്? പെട്ടെന്ന് നൂറയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകയും എത്രയൊക്കെ ഒതുക്കി വെച്ചിട്ടും കരച്ചിൽ ചീളുകൾ പുറത്തേക്ക് ചാടുകയും ചെയ്തപ്പോൾ അലീന ആ ഒരു നിമിഷം അമ്പരന്ന് പോയി. ഞാൻ എന്തെങ്കിലും അബദ്ധം അവളോട് പറഞ്ഞു പോയോ എന്ന് പോലും ഓർത്തു പോയവൾ. റാസിയുടെ മാറ്റം തന്നെ അത്രത്തോളം ആഴത്തിൽ മുറിവേൽപ്പിച്ചോ എന്നതിനേക്കാൾ റാസിയെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഓർത്തായിരുന്നു അവളുടെ മനസ്സ് നൊന്തുപോയത്. റാസിയില്ലാതെ നൂറ ആത്മാവില്ലാത്ത ശരീരമായിരിക്കുന്നവൾ ഓർത്തുപോയി. മുഖം പൊത്തിയിരിക്കുന്ന നൂറയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ അലീന കുഴഞ്ഞു. കുറച്ചു കാലത്തെ പരിചയം മാത്രമേ ഉള്ളൂ തമ്മിൽ. സംസാരിക്കുകയും വിശേഷങ്ങൾ പരസ്പരം അന്വേഷിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും വ്യക്തിപരമായി യാതൊന്നും പൂർണ്ണമായും അവൾ തുറന്നു പറയാറില്ല. എങ്കിലും തെളിഞ്ഞ മുഖത്തോടെയല്ലാതെ ഇതുവരെ അവളെ കണ്ടിട്ടുമില്ല. ഇനിയിപ്പോൾ അവളുടെ പ്രശ്നം എന്താണെന്ന് എങ്ങനെ അറിയാനാണ്? കാര്യം എന്തെന്നറിയാതെ എങ്ങനെ ആശ്വസിപ്പിക്കും? നൂറ, റാജിയെ വിളിക്കണോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? ഒട്ടും സഹിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അലീന ചോദിച്ചു. വേണ്ട, മുഖം തുടച്ച് എണീറ്റിരുന്നു നൂറ. കാര്യം എന്താണെന്ന് എനിക്കറിയില്ല കുട്ടി. പക്ഷേ നിന്നെ ഇതുപോലെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. മനസ്സിൽ അലട്ടുന്ന കാര്യം എന്തായാലും എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണണം കേട്ടോ. സമയം വൈകുന്നേരം അതിൻ്റെ ആഴവും പരുപ്പവും കൂടുകയുള്ളൂ. മനസ്സിലിട്ട് കിടന്നാൽ നീറി ജീവിക്കാം. സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മളായി സങ്കടങ്ങളിലേക്ക് വഴി തിരിച്ചു വിടരുത്. അവളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് നൂറ തലയിലൊന്ന് തലോടി വിട്ടുകൊണ്ട് അലീന വീണ്ടും ഭക്ഷണം കഴിപ്പ് തുടർന്നു. എങ്ങനെയൊക്കെയോ വൈകുന്നേരമാക്കി നൂറ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ചാടി. ഇത്രയും സമയമായിട്ടും റാസിയുടെ ഒരു ഫോൺ കോൾ പോലും അവളെ തേടി എത്തിയില്ലല്ലോ എന്നോർത്ത് നിരാശ തോന്നി. വായിക്കപ്പെടാത്ത മെസ്സേജുകളിലേക്ക് നോക്കി അവൾ കണ്ണു നിറച്ചു. കോട്ടേഴ്സിലെ പാർക്കിംഗ് ഏരിയയിൽ റാസിയുടെ ബൈക്ക് മുകളിലേക്ക് കയറി പോകുന്നതിനിടയിൽ നൂറയുടെ കണ്ണിലുടുക്കിയത് കൊണ്ട് തന്നെ റൂമിന് മുന്നിൽ ചെന്ന് നിന്നവൾ കോളിംഗ് ബെല്ലിൽ കൈകൾ അമർത്തി പുറത്ത് കാത്തു നിന്നു. കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ഇതുവരെ ഇല്ലാത്ത ധൈര്യം
മനസ്സിൽ സ്വരൂപിച്ചു വെച്ചു. എന്തായാലും അവനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമെന്ന പോലെ. ദീർഘമായൊരു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതുപോലെ റാജിയുടെ മുഖം വീർത്തു നിന്നത് തുറന്നു വെച്ച് വാതിൽ കടന്നു അകത്തേ കയറുന്നിടയിൽ നൂറ ശ്രദ്ധിച്ചു. കൂടെ അവൻ്റെ മുഖത്ത് തന്നെ കാണുമ്പോൾ വിരിയുന്ന പുഞ്ചിരിയോ തെളിച്ചമോ ഇല്ലെന്നും. വാതിൽ അടിച്ചുകൊണ്ടവൻ ഉറക്കം തികഞ്ഞിട്ടെന്ന പോലെ ആടിയാടി റൂമിലേക്ക് കയറി പോകുന്നത് നൂറ നോക്കി നിന്നതേയുള്ളൂ. രാവേറെ വൈകിയിരിക്കുന്നു. കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് റാജി മുറിയിലൂടെ ഒന്ന് കണ്ണോടിച്ചു. ഇരുട്ടും മൂടി കിടക്കുന്നു. ഞാൻ എത്ര സമയം ഉറങ്ങിപ്പോയെന്ന് അവനെ ഓർമ്മയില്ല. 1-2 ദിവസങ്ങളായി വെറുതെ പോലും എത്തി നോക്കാത്ത ഉറക്കം. എന്നൊരു പകല് കൊണ്ട് ഉറങ്ങിയോ? അവനെ തന്നെ സംശയമായി. എവിടെയോ തപ്പിവെച്ചിരിക്കുന്ന ഫോൺ തപ്പിപ്പിടിച്ച് എടുത്തു നോക്കുമ്പോൾ സമയം 9 മണിയോടെ അടുത്തിരിക്കുന്നു. നൂറ! അവളുടെ ഓർമ്മ മനസ്സിലേക്ക് ഓടിപ്പിടഞ്ഞു ചെത്തിയതും ശരവേഗത്തിൽ അവനാ ഇരുത്തത്തിലൂടെ റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അകത്തെവിടെയും ഒരിറ്റു വെളിച്ചം പോലുമില്ല. റാജിയുടെ മനസ്സിലൂടെ വല്ലാത്തൊരു ഭയം കടന്നുപോയി. ഇവളത് എവിടെ പോയി? ഇനി വന്നില്ലേ? വന്നതാണല്ലോ. ഞാനാണല്ലോ വാതിൽ തുറന്നു കൊടുത്തത്. ഇനി അതൊരു സ്വപ്നമായിരുന്നോ? അവൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ അവൾ വിളിക്കേണ്ടതല്ലേ? ഇത്രയും സമയം കിടന്നുറങ്ങുമോ ഞാൻ? ഇല്ല, അവൾക്ക് വേണ്ടി ഞാൻ വാതിൽ തുറന്നു കൊടുത്തതാണ്. റാജിയുടെ ബുദ്ധിയും മനസ്സും കലഹിച്ചുകൊണ്ടേയിരുന്നു. ഫോണിൻ്റെ വെളിച്ചത്തിൽ ഹാളിലെ ലൈറ്റ് അവൻ തെളിയിച്ചു. അവിടെയെങ്ങും നൂറയെ കാണാനില്ല. അവൻ അടുക്കളയിലേക്ക് പോയി. അവിടെയും നൂറയെ കണ്ടില്ല. രാവിലെ വൃത്തിയാക്കി വെച്ച അതേപോലെ തന്നെ അടുക്കള ഇരിക്കുന്നുണ്ട്. അവിടെയെങ്ങും അവളെ കാണാതെ വന്നതും റാജിയുടെ ഉള്ളിൽ അകാരണമായ ഭയം രൂപപ്പെട്ടു. എവിടെ പോയി അവൾ? 2-3 ദിവസങ്ങളായി തങ്ങൾക്കിടയിൽ അവൻ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത അകലം അവന് മുന്നിൽ തൂങ്ങിയാടി. ഇന്നലെ രാത്രി പോലും തൻ്റെ ഒരു നോട്ടത്തിന് വേണ്ടി ദയനീയമായി കാത്തിരുന്നവളെ ഓർമ്മ വന്നു. അടഞ്ഞു കിടക്കുന്ന മറ്റൊരു മുറിയുടെ വാതിൽ തുറന്നുകൊണ്ട് റാജി അകത്തു കയറി. അവിടെയും ഇരുട്ട് തന്നെ. ഈ റൂം ഉപയോഗിക്കാത്തതാണ്. അലക്കിയ വസ്ത്രങ്ങൾ ഉണക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. അവിടെ അവളുണ്ടാവില്ലെന്ന് തന്നെയാണ് കരുതിയത്. അവിടെയാകെ ഒന്ന് കണ്ണോടിച്ചു കൊണ്ടുപോകാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുനിഞ്ഞു. പക്ഷെ ഒരൊറ്റ നിമിഷം അവൻ്റെ കണ്ണിലൊരു കാഴ്ച തെളിഞ്ഞു വന്നു. അയലിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന വസ്ത്രങ്ങൾക്കിടയിലൂടെ നിലത്ത് വീണ് കിടക്കുന്ന ദേഹം. ഒരൊറ്റ കാഴ്ചയിൽ അത് നൂറയാണെന്ന് തിരിച്ചറിയാൻ അവന് സംശയം ഏതുമില്ലായിരുന്നു. തൂങ്ങിക്കിടക്കുന്ന തുണികൾ തട്ടിമാറ്റി അവൻ അവിടെ കൂടി. നിലത്തേക്ക് മുട്ടുകുത്തിയിരിക്കുമ്പോൾ അവൻ ആ മുഖത്തേക്കൊന്ന് നോക്കി. രക്തമില്ലാതെ വിളറി വെളുത്ത ഒരു രൂപം. റാജിയുടെ കൈകാലുകൾക്ക് ഭാരം നഷ്ടപ്പെട്ടു. ആ മുഖത്തേക്കൊന്ന് കൈ എത്തിക്കാൻ പോലും ആവാത്ത വിധം അവൻ തളർന്നു പോയി. നൂറ മോളെ! ആ മുഖത്ത് പതിയെ തട്ടിക്കൊടുക്കുമ്പോൾ അവളിൽ നിന്ന് യാതൊരു പ്രതികരണം ഉണ്ടാവില്ല. വാടിത്തളർന്ന് കിടക്കുന്നവളെ തൻ്റെ മടിയിലേക്ക് എടുത്ത് കിടത്താനാവാതെ റാജി പ്രയാസപ്പെട്ടു. ഓരോ നിമിഷവും 1000 പ്രാവശ്യം അവൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് നൂറ എന്ന വിളി ഉയർന്നു. അവളത് അറിയുന്നതേയില്ല. അവൾക്കത് കേൾക്കാൻ സാധിക്കുന്നില്ലെന്ന് അവനും അറിഞ്ഞില്ല. ബലം നഷ്ടപ്പെട്ട അവളുടെ ശരീരം നെഞ്ചോട് അടക്കി പിടിച്ചവൻ അവളുടെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു. നൂറ! ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.